സകലവും നിങ്ങൾക്ക് ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ. ആമേൻ. താങ്ക് യു ജീസസ്. 1 തിമോത്തി chapter 6, 1 തിമോത്തിയോസ് 6:17. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും വായിക്കണം. ഈ ലോകത്തിലെ that word pastor. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന, നമുക്ക് സകലവും ധാരാളമായി. Look at that English version. ഇത് KJV ആണ്. KJV പിടിക്കാൻ ഇച്ചിരി പാടാണ്, എങ്കിലും വായിക്കാം. Who give us richly all things to enjoy. Oh, hallelujah. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. സകലവും. First Corinthians പറയുന്നു all things is yours. സകലതും നിനക്കുള്ളതാ. Because you are in Christ. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പൈസയുടെ ഒന്നും പുറകെ പോകണ്ട, നിങ്ങൾ നിശ്ചയമില്ലാത്ത ധനത്തെ പിടിക്കണ്ട, നിങ്ങൾ അതിനകത്ത് ടെൻഷൻ അടിക്കണ്ട. നിനക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ നീ പ്രത്യാശയുള്ളവനായിരിക്കണം. Who give us richly all things to enjoy. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. All things to enjoy. ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വലിയ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ജോഷി പാസ്റ്റർ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഉണർവുകൾ നടക്കുന്നതിൻ്റെ മധ്യയിൽ ആളുകൾ നൃത്തം ചെയ്യുന്നതും ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു പ്രോമിസ് കേൾക്കുമ്പോൾ ഐഫൈ അങ്ങനെയല്ലേ പറയുന്നേ? പിള്ളേരെ പറഞ്ഞേ വെക്കുന്നതും ഒക്കെയാ കാണുന്നേ. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ദൈവ സാന്നിധ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും തലയിലോട്ട് ഒരു തുണി പാ പോലെ വലിച്ച് ഇങ്ങനെ നിൽക്കുന്നേ. ഇവിടെ മൊത്തം കരയുന്ന അഭിഷേകം. കരയേണ്ടെന്നല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ ദൈവത്തെ ആരാധിക്കണം. പക്ഷെ സന്തോഷം വരുമ്പോഴും എൻജോയ് ചെയ്യാൻ അറിയത്തില്ല, സെലിബ്രേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതെന്തോ വലിയ പാപമാണെന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷേ കരയാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളിയായിട്ട് അറിയാം. അതിനു വേണ്ടിയുള്ള ആളുകളുമുണ്ട്. അവരതിനു വേണ്ടി സ്പെഷ്യൽ ട്രെയിൻഡ് ആണ്. അവർക്ക് മലയാളികളുടെ പൾസ് മനസ്സിലായി. ഇവന്റെ ഇടയിൽ മീറ്റിംഗ് ഉണ്ടാകണമെങ്കിൽ ഇവനെ കരയിപ്പിക്കണം. തെറ്റല്ല. കണ്ണുനീര് വരുന്നത് ഒരു ബ്ലസ്സിംഗ് ആണ്. ഞാൻ അതിനൊരു സംഭവം പറയാം. എന്നോട് പലരും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിടികിട്ടിയില്ലല്ലേ? കാരണം ഇവരെത്ര പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ഇവർക്ക് ആ മനസ്സുടയത്തില്ല, അവർക്ക് ആ ഒരു ടീയേഴ്സ് കണ്ണീര് വരത്തില്ല. അതൊരു ബ്ലസ്സിങ്ങാ. പക്ഷേ സന്തോഷം വരുമ്പോഴും നല്ലത് വരുമ്പോഴും നല്ലൊരു കാര്യം കേൾക്കുമ്പോഴും എല്ലാത്തിനും കരയുന്നവരുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് മുമ്പിൽ നിൽക്കുമ്പോഴും മറിയ കരയാണ്. മറിയോട് പറയേണ്ടി വന്നു, സ്ത്രീയെ ഒന്ന് നിർത്ത്. ഹല്ലേലൂയ. സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ ഉറപ്പായും പറയുന്നു, നീ കരയുമ്പോൾ പിശാച് ചിരിക്കുന്നു, നീ ചിരിക്കുമ്പോൾ പിശാച് കരയുന്നു. Literally he is crying. സകലതും നമുക്ക് ധാരാളമായി അനുഭവിക്കുവാൻ തരുന്നു. All things is yours. മോനെ ആ വാക്യത്തിലേക്ക് പോണം. All things is yours. For all things are yours. All things are yours. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പറഞ്ഞ സൗഖ്യം എനിക്കുള്ളത്, വിടുതൽ എനിക്കുള്ളത്, സമാധാനം എനിക്കുള്ളത്, രക്ഷ എനിക്കുള്ളത്, സന്തോഷം എനിക്കുള്ളത്. യെസ്, ഈ വചനത്തിൽ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും എനിക്കുള്ളത്. കാരണം യേശു എന്റേതാണ്.
He's mine. He's mine. Hallelujah. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ മുമ്പിൽ ഒരു വാക്യം കൂടെ, Colossians chapter 2 verse 9. Thank you Jesus. അവനിലല്ലോ ദൈവത്തിന്റെ അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാരും ആ വേർഡ് ഒന്ന് പറയണം. സമ്പൂർണത. വാ കൊണ്ട് എല്ലാവരും ഈ 9ാമത്തെ വാക്യം പുറകിലിരിക്കുന്നവർ ഇതിനകത്തിരിക്കുന്ന വായിച്ച്, യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? യേശു പൂർണ്ണനായ ദൈവം, യേശു സമ്പൂർണനായ ദൈവം. Hallelujah. For in him dwelling all the fullness of the Godhead bodily. ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. Hallelujah. 10ാം വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, the next word, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. Never change that word. And you are complete in him. All things are yours. എല്ലാം അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. You are complete in him. Hey, ഇതിൽ ആർക്ക് സന്തോഷമില്ല? ഞാൻ നിർത്തിയിട്ട് പോവാ കേട്ടോ. ബിക്കോസ് ഞാനൊരു റോങ് ക്രൗഡിനോടാണോ ഈ പഠിപ്പിക്കുന്നത്? Hey brother, you are complete in Jesus. നീ ക്രിസ്തുവിൽ പരിപൂർണനാണ്. ഈ കയ്യടി വീട്ടിൽ ഇരുന്ന് അടിച്ചാൽ മതി. Celebrate it. I'm complete in him. ഞാൻ see, you are the sinner. നീ ഒരു പാപിയാണോ? ആ പാസ്റ്റർ പറഞ്ഞത് നിനക്ക് പറയാം. കർത്താവേ, you are in Christ. നീ ഇപ്പോൾ ക്രിസ്തുവിലാണോ? You are complete. You are complete. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. 9ാം വാക്യം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കംപ്ലീറ്റ് ഗോഡ്. അവൻ പരിപൂർണനായ ദൈവം. 10ാം വാക്യത്തിൽ കൊണ്ടുവന്ന് പറയുന്നു, അതിനകത്ത് അവൻ നിന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. You are completed in him. Hey, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണയാണ്. ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. Jesus Christ is the head of all principality and power. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും ക്രിസ്തുവാണ് തലയായിരിക്കുന്നത്. അവനിൽ, in Christ, ക്രിസ്തുവിൽ. How many people are in Christ? എത്ര പേർ ക്രിസ്തുവിലായിരിക്കുന്നു? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എത്ര പേർ ഈ ആരാധനാലയത്തിൽ ക്രിസ്തുവിലായിരിക്കുന്നു? അവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടി. You are in Christ. This and the people come from the platform, including John and Emma. Come here. എത്ര പേർ ക്രിസ്തുവിലായിരിക്കുന്നു? You are in Christ. You are complete. You are not imperfect man. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും അവൻ തലയായിരിക്കുന്നു. എല്ലാം അവനിലും എല്ലാം അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനം അവനായി ജീവിക്കുന്നു. അവൻ നിങ്ങളിലും
നിങ്ങൾ അവനിലും വസിക്കുന്നു. Now you are completed. എല്ലാ മനുഷ്യന്റെയും അകത്തൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ആകൃതിയാണ്, യേശുവിന്റെ രൂപമാണ്. ആ ശൂന്യത മാറണമെങ്കിൽ യേശു അവിടേക്ക് വന്ന് നിറയണം. അതാണ് ബൈബിൾ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ഇൻ ക്രൈസ്റ്റ്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി. സകലവും സകലവും അവന് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. All things is yours. Enjoy your family life. Enjoy your ministry. Enjoy it. ഒന്ന് ചിരിച്ച്, ഒന്ന് കണ്ണടച്ച എല്ലാരും. ഇത് വേറെ എവിടെങ്കിലും വന്നേ ഞാൻ കണ്ണ് തുറക്കാൻ പറഞ്ഞേനെ. നിങ്ങൾക്ക് കണ്ണടയ്ക്കണമല്ലോ, കണ്ണടച്ചോ. കണ്ണടച്ചോണ്ട് ചിരിച്ചോ, ഒന്ന് പൊട്ടി പൊട്ടി ചിരിച്ചോ, ഒന്ന് ഉള്ളം കൊണ്ട് ഒന്ന് സന്തോഷിച്ചേ. ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. പിശാച് എന്നെ നോക്കി പറയുന്ന സകല ഭോഷ്കുകളെയും, പിശാച് എന്നെ നോക്കി പറയുന്ന സകല കള്ളത്തരങ്ങളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. പിശാച് എന്നെ നോക്കി പറയുന്ന സകല വ്യാജങ്ങളെയും എന്റെ താക്കോൽ. Jesus is the key. മരണത്തിന്റെ ലോക്ക് അഴിക്കുന്ന കീ, രോഗിയെ സൗഖ്യമാക്കുന്ന കീ. അവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മുഖത്തെ തകർത്തുകൊണ്ട് 3000 പേരെ സ്നാനത്തിലേക്ക് നയിച്ച കീ. അയനിയാസിനെ എഴുന്നേൽപ്പിച്ച കീ. പൗലോസ് പറയുന്നു, വിശാലവും സഫലവുമായ വാതിൽ അവൻ എനിക്ക് തുറന്നിരിക്കുന്നു. 1 Corinthians chapter 16 verse 9. 1 Corinthians 16:9. Jesus Christ is the great key